ഹലോ ഹായ് നമസ്കാരം. അപ്പോഴേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗത്തിൻ്റെ മുന്നിലാണ് നമ്മളിന്നുള്ളത്. ശിവലിംഗം എവിടെയാണെന്ന് ഈ നവമാധ്യമങ്ങളിലൂടെയും അല്ലാതെയൊക്കെ നമ്മളൊക്കെ അറിഞ്ഞതാണ്. തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ശിവലിംഗമുള്ളത്. ഇവിടെ 108 ശിവലിംഗങ്ങളാണ് ഇതിനകത്ത്. ഈ ഏറ്റവും വലിയ ശിവലിംഗത്തിനകത്ത് 108 ശിവലിംഗങ്ങളെ നമുക്ക് ദർശിക്കാൻ കഴിയും. അത് 8 നിലകളായിട്ടാണ്. ഭൂമിക്ക് താഴെ, അതായത് ഒരു നമ്മുടെ എർത്ത് ലെവലിൽ നിന്ന് താഴേക്ക് ഒരു നിലയുണ്ട്. അതിന് മുകളിലോട്ട് 7 നിലകളിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മനുഷ്യനും ഈശ്വരൻ അവൻ തന്നെയാണ്, അതായത് മനുഷ്യൻ തന്നെയാണ് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച നമുക്ക് ഇതിലൂടെ ദർശനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സാധിക്കും. ഓരോ നിലകളിലും ഭഗവാന്റെ വിവിധ രൂപങ്ങൾ അത് നമ്മൾക്ക് ഒരു പറഞ്ഞു തരുന്നതിനായിട്ടൊരു ഗൈഡ് ഉണ്ട്. ഏറ്റവും മുകളിലായി 7ാമത്തെ നില, അതായത് ഏറ്റവും ഭൂമിക്ക് അടിയിൽ നിന്ന് കൂട്ടുമ്പോൾ 8ാമത്തെ നിലയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ശിവപാർവതിയുടെ ഒരു വിഗ്രഹം അവിടെ കാണാൻ കഴിയും, ശിവൻ്റെയും പാർവതിയുടെയും. അങ്ങനെ ശിവപാർവതി ദർശനം കഴിഞ്ഞ് നമുക്ക് ഈ കാണുന്ന ഹനുമാൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ കയറി താഴേക്ക് ഇറങ്ങി വരാം. താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അഷ്ടലക്ഷ്മിമാരെയാണ്. അഷ്ടലക്ഷ്മിമാരെ, വിവിധ ഭാവത്തിലുള്ള ലക്ഷ്മിമാരെ നമുക്ക് കണ്ട് താഴേക്ക് ഇറങ്ങി ഏറ്റവും താഴെ എത്തിക്കഴിയുമ്പോൾ അവിടെ വൈകുണ്ഠം ഉണ്ട്. ആ വൈകുണ്ഠത്തിൽ നമുക്കറിയാം, അതായത് ഓംകാരം എന്ന് പറയുന്ന ആ ഒരു പ്രകൃതിയുടെ ആകാരവും മകാരവും ഉകാരവും ചേർന്ന ആ ഉ മ അങ്ങനെയുള്ള ഈ 3, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ചേരുന്ന ഒന്നാണ് എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് നമുക്ക് ഈ കാഴ്ചകളിലൂടെ കാണാൻ കഴിയുന്നത്. ഈ വൈകുണ്ഠത്തിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ദശാവതാരം നമുക്ക് കാണാൻ കഴിയും. അതായത് മത്സ്യകൂർമ്മ വരാഹ നരസിംഹ വാമന പരശുരാമ ബലരാമനും ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ ശ്രീരാമനും ഒക്കെ ഒരു വിവിധ രൂപങ്ങളിലായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. കൽക്കി ഉൾപ്പെടെയുള്ളവരെ. അതുമാത്രമല്ല ഒരു പ്രത്യക്ഷ ലക്ഷ്മിയെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഭക്തർ മാത്രമല്ല, നിരവധിയായിട്ടുള്ള ടൂറിസ്റ്റുകളും ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിൻ്റെയോട് ചേർന്നാണ് ഈ കാണുന്നതാണ് ശിവക്ഷേത്രം. കണ്ടില്ലേ? ഈ ശിവക്ഷേത്രത്തിനോട് അടുത്തൊരു 100 വാര അകലെയായിട്ടാണ് ഈ ഏറ്റവും വലിയ ശിവലിംഗം കാണപ്പെടുന്നത്. ഇതിനകത്ത് വായു ഉൾപ്പെടെ കടക്കുന്നതിനുള്ള സുഷിരങ്ങളൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ തന്നെ ഈശ്വരൻ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച ഈ ദർശനത്തിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ കാഴ്ചകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടവർ ഇവിടെ എത്തുക, കൂടുതൽ വിശേഷങ്ങൾ നേരിട്ട് കണ്ടറിയുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇതിനകത്ത് കയറി വീഡിയോ എടുക്കുന്നതിനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് പുറത്ത് നിന്ന് തന്നെ നമുക്ക് ഈ നമ്മൾ വീഡിയോ എടുക്കുന്നത്. പുറത്ത് മാത്രമേ വീഡിയോ അലൗഡായിട്ടുള്ളൂ. ഇപ്പോൾ തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ അവധി ദിവസമല്ലാത്തത് കൊണ്ടാണ് തിരക്ക് കുറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.